അപ്പം യൂഷ്വലി നമ്മൾ വീക്കെൻഡ്സൊക്കെ ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലോ ഷോപ്പിംഗോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ചിലവഴിക്കുന്നുണ്ടാവാം. അപ്പം ഇന്ന് ഇവിടെ സാറ്റർഡേ ആണ്. പിന്നെ വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോകാം. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അങ്ങനെ ഫൈനലി ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ആക്ച്വലി ഇതൊരു പാർക്കാണ് കേട്ടോ. ഏതാണ് സ്ഥലം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഓഷവയിലെ ലേക്ക് ഫ്രണ്ട് വെസ്റ്റ് പാർക്ക്. എനിക്കിവിടുത്തെ പാർക്കിലൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പാർക്സ് ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ബേസ്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അതും 2 സെക്ഷനായിട്ട്, ഒന്ന് മെൻസിൻ്റെ മറ്റേത് വുമൻസിൻ്റെ. കുറച്ച് നേരം ഇവിടെ കളിയൊക്കെ അങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് ഞാൻ കാണാൻ ആഗ്രഹിച്ചു വന്ന ആ സ്ഥലത്തിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. നടക്കുന്ന വഴിയിലെ 2 സൈഡിലും ഒരുപാട് നല്ല ഭംഗിയുള്ള ചെടികളുണ്ടായിരുന്നു. ഈ വയലറ്റ് കളർ ചെടിയുടെ കൂടെ വൈറ്റ് കളർ ചെടി മിക്സ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നെനിക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ എടുത്തില്ല കേട്ടോ. കാരണം ഇതിൽ ചില പ്ലാന്റ്സ് സ്കിൻ ഇറിറ്റേഷൻ കോസ് ചെയ്യുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണല്ലേ എങ്ങോട്ടാണ് എൻ്റെ പോക്കെന്ന്? അത് തന്നെ, ഈ ലേക്ക് കാണാനാണ് കേട്ടോ. ലേക്ക് വ്യൂ മാത്രമല്ല കേട്ടോ, ഇവിടെ ആളുകൾ സൈക്ലിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ അകലെയുള്ള വ്യൂ സൂം ചെയ്ത് കാണാൻ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലൂടെ നോക്കാൻ എനിക്ക് ഇച്ചിരി പണിയായിരുന്നു. ഞാൻ ഈ പാർക്ക് സെർച്ച് ചെയ്ത സമയത്ത് 4.5 റേറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ പാർക്കിനുണ്ടായിരുന്നേ. പക്ഷേ ഗൂഗിൾ റിവ്യൂ പിക്ചേഴ്സ് ആണ് കേട്ടോ എന്നെ ഇവിടെ എത്തിച്ചേ. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് ലേക്ക് വ്യൂ തന്നെയാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ, കൂടാതെ ഇടിവെട്ടും. നല്ല അടിപൊളി മഴയ്ക്കുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും കൊണ്ട് ഈ പച്ചപ്പും കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ നടന്നു വന്നു കേട്ടോ. നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. എനിക്കറിയില്ല അതിൻ്റെ അപ്പുറം എന്താണെന്ന്. ആക്ച്വലി ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് അവിടെ എന്താ കൂടിയുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം തിരിച്ചു പോവാം കേട്ടോ. ഓക്കെ ബാ. എല്ലാവരും ഇവിടുന്ന് വേഗം സ്ഥലം വിടുവാണ്. എനിക്ക് അവിടെ കൂടി എന്താ ഉള്ളതെന്ന് അറിയണം എന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് എന്തായാലും പോവാം. ഗൈസ്, ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഗാൽപോയിൻ വൈൽഡ് ലൈഫ് റിസർവ്. എനിക്ക് തോന്നുന്നു ഒരു ബട്ടർഫ്ലൈ പാർക്കാന്ന് തോന്നുന്നു. ഈ വഴിയാണ് ഒരു കാണിക്കുന്നത്. പക്ഷെ
ഇപ്പോൾ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല, കാരണം നല്ല മഴയുണ്ട്. നമ്മളപ്പോൾ ഇവിടെ വെച്ചിട്ട് തിരിച്ചു പോയാലോ എന്ന് വിചാരിക്കുവാണ്. എനിക്ക് ആഗ്രഹമുണ്ട് അതുകൂടെ കാണിച്ചു തരണമെന്ന്. പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയില്ല കേട്ടോ, അത് വേറെ വഴിയായിരുന്നു. ലേക്ക് വ്യൂ കാണണമെന്ന് മനസ്സിലുണ്ടായിരുന്നുകൊണ്ടും മഴ ആയതുകൊണ്ടും നേരെ പോയത് ലേക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് കാണാൻ വേണ്ടിയാണ് ഈ മഴയത്ത് ഞാൻ അവിടെ നിന്ന് ഇത്രയും ദൂരം ഓടി വന്ന് ഫൈനലി കണ്ടു. പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇവിടെ ആരും ഇറങ്ങുന്നൊന്നും കണ്ടില്ല, അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നൊന്നുമില്ല. ഇത് കണ്ട ഒരു സംതൃപ്തിയിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.